ബി.ജെ.പി. നേതാവ് പ്രതീഷ് വിശ്വനാഥും എം സ്വരാജും തമ്മിൽ എന്തോ ഡീല് നടക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള പ്രചരണം തന്നെ. അതായത് ആ രീതിയിൽ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതായത് ബി.ജെ.പി. നേതാവുമായിട്ട് എം സ്വരാജിന് എന്തോ കണക്ഷൻ ഉണ്ട് എന്നുള്ളതും ഇവർ തമ്മിൽ എന്തോ ഡീലുണ്ട് എന്ന രീതിയിൽ ഒരു പ്രചരണം നടക്കുന്നു. ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് പറഞ്ഞാൽ സംഘപരിവാറുകാരും ഉണ്ട്, ജമാഅത്തിക്കാരും ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടി ഈ രീതിയിലുള്ള പ്രചരണങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടായിരിക്കും സ്വരാജിനെ മാത്രം ലക്ഷ്യം വെച്ച് ഇങ്ങനെ ഒരു പ്രചരണം നടത്തുകൊണ്ടിരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, നമ്മൾ പരിശോധിച്ചാൽ സ്വരാജിൻ്റെ നിലപാടുകളിൽ നമ്മൾ പരിശോധിച്ചാൽ, അപ്പം സ്വരാജ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, എൻ്റെ നിലപാടുകളാണ്, എൻ്റെ ബോധ്യങ്ങളാണ് എൻ്റെ നിലപാടുകൾ എന്നാണ് സ്വരാജ് ഇതിനെക്കുറിച്ച് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ സംഘപരിവാറിന് എതിരായിട്ടും അതോടൊപ്പം തന്നെ അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായി ശക്തമായി നിലയുറപ്പിക്കുകയും അല്ലെങ്കിൽ നിലയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ് എം സ്വരാജ്. ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഇല്ലാതെ പോയതും ഇതുപോലെയുള്ള നേതാവിനെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. എം സ്വരാജിനെ പോലെ ഒരു നേതാവ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എം സ്വരാജിനെ അങ്ങനെ ഒരു ചാപ്പയടിക്കലിലേക്ക് കൊണ്ടെത്തുകയാണ്. ഇപ്പം നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഷാഫി പറമ്പിലാണെങ്കിൽ പോലും ഷാഫി പറമ്പിലിനെ പിന്നെ ഈ കോൺഗ്രസിൻ്റെ ഒരു യുവ നേതാവായി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ തന്നെയും ആ ഷാഫി പറമ്പിൽ പലപ്പോഴും ചില വർഗീയതയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്ത് പോലും വേണ്ട രീതിയിൽ പോലും പ്രതിരോധിക്കാൻ ഈ ഷാഫി പറമ്പിലിനോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പം ഷാഫി പറമ്പിലിനെ പോലെയുള്ള ഒരു നേതാവിനെ കടന്നാക്രമിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ കടന്നാക്രമിക്കുമ്പോൾ അതിനുവേണ്ടി അവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു പോംവഴിയായിട്ടാണ് എം സ്വരാജിനെ പലപ്പോഴും അവർ കാണുന്നത്. എം സ്വരാജിനെ കടന്നാക്രമിക്കുക. ഒന്നാമത്തെ കാര്യം, എം സ്വരാജ് പറയുന്നത് പലർക്കും പൊള്ളുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് പത്രസമ്മേളനം വിളിക്കുമായിരുന്നു. മിക്കപ്പോഴും ഈ 2 ദിവസം കൂടുമ്പോൾ എം സ്വരാജിൻ്റെ പത്രസമ്മേളനം വരും. അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് പാർട്ടി പ്രതിരോധത്തിലാകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഈ പറയുന്ന പോലെ 70കളിൽ നടന്ന ഇവിടെ ഒരു ഡീല് CPM BJP തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നടക്കമുള്ള പല വിഷയങ്ങൾ വരുന്ന സമയത്തും ഇതിനെയൊക്കെ വീണ്ടും വിധത്തിൽ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു നേതാവ് എം സ്വരാജാണ്. കാര്യം എം സ്വരാജ് പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ മറ്റേതൊരു രാഷ്ട്രീയ നേതാവ്, ഏതൊരു പാർട്ടിയിൽപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നതിനേക്കാൾ ആധികാരികത പലപ്പോഴും അതിനുണ്ട്. എങ്ങനെ ആധികാരികത ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായ കണക്കുകളും ചരിത്രവും സംഭവങ്ങളും സമയവും ഡേറ്റ് വരെ എടുത്തു പറഞ്ഞുകൊണ്ട് അതിനെ ആധികാരികമായി അതിനെ ഖണ്ഡിക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം വളരെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു നേതാവായിട്ട് തന്നെയാണ് എം സ്വരാജിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഏതൊരു ചർച്ച എടുത്ത് നോക്കിയാലും, ടെലിവിഷൻ ചർച്ചയിൽ പലതും, ചാനൽ ചർച്ചകൾ പലതെടുത്തും നമ്മൾ പരിശോധിക്കുമ്പോഴും ആ ചർച്ചയിലെല്ലാം എം സ്വരാജ് ഉയർത്തുന്ന വാദഗതികളെ ഒപ്പോസ് ചെയ്യാനോ ആ വാദഗതികൾ തെറ്റാണ് എന്ന് സ്ഥാപിക്കാനോ എതിർഭാഗത്തിരിക്കുന്ന പാനലിലുള്ളവർക്ക് സാധിക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പുള്ളി പറയുന്നത് വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെയായിരിക്കും സ്വരാജ് കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളുടെയും അതോടൊപ്പം സംഘപരിവാർ സംഘടനകളുടെയും രാഷ്ട്രീയവും അതോടൊപ്പം മതപരമായ ഇടപെടലുകളും നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ ദോഷത്തെക്കുറിച്ച് വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ് സംഘപരിവാറും ജമാഅത്തെ ഇസ്ലാമിയും എന്നുള്ള നിലയിലേക്ക് അവതരിപ്പിക്കാൻ എം സ്വരാജ് ശ്രമിച്ചിട്ടുണ്ട്. എം സ്വരാജ് അതിൽ വിജയിച്ചിട്ടുമുണ്ട്. ഈ പറയുന്ന കേരളത്തിൽ കോലീബി സഖ്യം എന്ന് പറയുന്നൊരു സഖ്യം ഉണ്ടായിരുന്നു. കോൺഗ്രസ്, ലീഗ്, BJP ഇങ്ങനെയൊരു സഖ്യം നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. AKJ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടും നമ്മുടെ EMSനെ താഴെ ഇറക്കാൻ വേണ്ടി EMSനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടും ഇത് ശക്തമായി പ്രവർത്തിച്ചിരുന്നു. എന്തിനേറെ പറയാൻ, കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവ് തന്നെ അതിന് ഉദാഹരണമല്ലേ. ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ആദ്യം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പുറത്തേക്ക് എം സ്വരാജ് വെട്ടിത്തുറന്ന് പറയുമ്പോൾ ഇങ്ങനെയൊരു ഡീല് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യം പൂർണ്ണമായി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് എം സ്വരാജ് ചെയ്യുന്നത്. ഇത് മറ്റു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. അവർ വലിയ പ്രതിരോധത്തിലാവുന്നു. ഇപ്പം കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി വന്നിട്ട് പറയാണ്ട് ഇവിടെ BJP ആയിട്ട് CPM ഡീലുണ്ടാക്കുന്നു. നേരെ തിരിച്ച് എം സ്വരാജ് തെളിവും സ്ഥാനാർത്ഥികളെയും അടക്കം എം സ്വരാജ് വന്ന് മറുത്ത് പറയുമ്പോൾ കോൺഗ്രസിന് അത് പ്രതിരോധിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു യഥാർത്ഥ മുഖം ഈ പറയുന്ന ഈ എം സ്വരാജ് തുറന്നു കാട്ടപ്പെടുകയാണ്. ഇവിടെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ BJP പോലെ ഒരു പാർട്ടിക്കോ സംഘപരിവാറുകാർക്കോ യാതൊരു പ്രസക്തിയില്ല, അല്ലെങ്കിൽ അങ്ങനെ അവകാശപ്പെടുന്നെങ്കിൽ ആ അവകാശവാദങ്ങൾ തെറ്റാണ് എന്നും ഇവർ വർഗീയതയ്ക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ഒരു പാർട്ടിയാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കുമ്പോൾ ഇവിടെ സംഘപരിവാർ ശക്തികൾക്കും അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല.
ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ് എന്നും അവർക്ക് മതരാഷ്ട്രം എന്ന് പറയുന്ന ഒരു ചിന്താഗതി മാത്രമാണുള്ളത് എന്നുള്ളത് തെളിവുകളടക്കം, അവരുടെ പുസ്തകങ്ങളടക്കം, അവർ പറഞ്ഞിട്ടുള്ള പല നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളടക്കം പുറത്തേക്ക് എം സ്വരാജ് പറയുമ്പോൾ അതിനെയും ഖണ്ഡിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് മാർഗമില്ലാതെ വരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? എം സ്വരാജിനെ എങ്ങനെയെങ്കിലും ഒരു വർഗീയ ചാപ്പേടിയിലേക്ക് കൊണ്ടുപോവുക. പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന ഇവിടുത്തെ സംഘപരിവാർ, ഈ നമ്മൾ ഇതിൻ്റെ ഒരു കാർഡ് പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പം ആ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശാഭിമാനി പുറത്തേക്ക് ഇറക്കുന്ന ഒരു ഗ്രാഫിക്സ് കാർഡ് എന്നുള്ള നിലയിലാണ് ആ കാർഡ് പുറത്തേക്ക് വരുന്നത്. ഈ കാർഡിനകത്ത് പറയുന്നത് എന്താണ്? വെറും സൗഹൃദ സന്ദർശനം മാത്രമാണ് നടന്നത്, വിവാദമാക്കേണ്ടതില്ല എന്ന് എം സ്വരാജ് പ്രസ്താവിച്ചതുപോലെ ഒരു പ്രസ്താവനയും കൊടുത്തിട്ടാണ് ദേശാഭിമാനിയുടെ കാർഡ്. അവിടെ റെസിഡന്റ് എഡിറ്ററാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എം സ്വരാജ്. ആ എം സ്വരാജ് പോലും അറിയാതെ എം സ്വരാജിന്റെ പത്രത്തിൽ ദേശാഭിമാനിയുടെ ഗ്രാഫിക്സ് കാർഡ് ഇറങ്ങിക്കഴിഞ്ഞു. കാരണം എന്താ? ഇത് തികച്ചും വ്യക്തിപരമായ സന്ദർശനമായിരുന്നുവെന്നും നിങ്ങൾ അതിനെ വിവാദമാക്കേണ്ടതില്ല എന്നും പറഞ്ഞുകൊണ്ട് എം സ്വരാജ് അറിഞ്ഞില്ല അങ്ങനെ ഒരു കാർഡ് അവിടെ നിന്ന് ഇറങ്ങിയ വിവരം. അപ്പം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇറക്കിയത്? അത് ദേശാഭിമാനിയുടെ കാർഡിൽ ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം നടത്തിയ എന്തിനാണ്? അതിനു മുൻപ് ഇവിടെ പേപ്പട്ടിക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് എം സ്വരാജിന്റെയും പ്രതീഷ് വിശ്വനാഥിന്റെയും ഫോട്ടോകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ തോളെ കൈയിട്ടിരിക്കുന്ന പോലെയാണ് ആ ചിത്രം വന്നത്. ആ ചിത്രം വെച്ചുകൊണ്ടായിരുന്നു ഇവിടെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ സൈബർ ഹാൻഡിലുകളിലെല്ലാം ഈ വീഡിയോ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇടയിലേക്ക് ഈ ഫോട്ടോ പ്രചരിച്ചു. പിന്നീടാണ് അതിന്റെ ഫാക്ട് ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത് രണ്ട് ഫോട്ടോയാണ്. പ്രതീഷ് വിശ്വനാഥ് ഗൂഗിൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പ്രതീഷ് വിശ്വനാഥിന്റെ ചിത്രം കാണാം. അതിലെ തന്നെ പിന്നെ എം സ്വരാജ് എന്നും പറയാണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇമേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എനിക്കൊന്ന് മാതൃഭൂമിയിൽ അടിച്ചു വന്ന എം സ്വരാജിന്റെ ഒരു ഫോട്ടോ കാണാം. ഈ രണ്ട് ചിത്രങ്ങളും അതിന്റെ ബാക്ക്ഡ്രോപ്പ് മാറ്റാതെ ഈ രണ്ട് ചിത്രങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് AI ജനറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിത്രം പുറത്തേക്ക് വരുന്നത്. എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ വർഗീയ നാടകം കളിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? സ്വരാജിനെ ഒതുക്കുക. സ്വരാജ് ഇങ്ങനെ ഒരു വർഗീയവാദിയാണ്, അവിടെ സ്വരാജ് ഈ പറയുന്ന ഒരു ഇസ്ലാമോഫോബിയ തലക്കി പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം ജനങ്ങൾക്കിടയിൽ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പം ഇത് നമ്മൾ ആ ഫോട്ടോ 1-2 തവണ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് AI ജനറേറ്റഡ് ആണ്. കാരണം ഈ രണ്ട് ഫോട്ടോയും ഗൂഗിളിൽ കിടക്കുന്ന രണ്ട് വ്യത്യസ്ത ഇമേജുകളാണ്. അതായത് ഈ പ്രതീഷ് വിശ്വനാഥിന്റെ ഇമേജും എം സ്വരാജിന്റെയും ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് AI ജനറേറ്റ് ചെയ്തിറക്കിയ വളരെ മനോഹരമായ ഒരു ചിത്രം. ഇത് വെച്ചിട്ടുകൊണ്ടാണ് ഈ പിന്നെ പ്രതീഷ് വിശ്വനാഥിന്റെ ഒപ്പം ഇയാൾ നടക്കുന്ന എം സ്വരാജ് പോയതായിട്ട് കൊണ്ടുവരുന്നത്. അപ്പം ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ വർഗീയ ചാപ്പയടിച്ച് ഇവരെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം. അതായത് ന്യൂനപക്ഷത്തിന് എതിരായി പ്രവർത്തിക്കുന്നവരാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന വ്യാപകമായ ഒരു പ്രചരണം കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി നടപ്പിലാക്കുന്ന ആരുടെ അജണ്ടയാണ്? ഇവിടുത്തെ UDFന്റെ അജണ്ടയാണ് നടപ്പിലാക്കുന്നത്. UDF ആണല്ലോ ശരിക്കും ഈ പറയുന്ന പോലെ ഇടതുപക്ഷത്തുള്ളവരെല്ലാം സംഘപരിവാറുകാരാണ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നിട്ടത്. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെയും പിന്നെ ഈ വ്യക്തമായി ഖണ്ഡിച്ച ഒരാളാണ് ഈ പറയുന്ന എം സ്വരാജ്. അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പം അതിലെ ഏറ്റവും വലിയ പ്രശ്നം എവിടെ തുടങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളാപ്പള്ളി പലപ്പോഴും പറഞ്ഞിട്ടുള്ള മലപ്പുറം വിഷയത്തെയും മുസ്ലിം വിരുദ്ധതയും അത് ഒരു വഴിക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ വെള്ളാപ്പള്ളിയെ പിണറായി വിജയൻ ഈ നമ്മുടെ ആഗോള അയ്യപ്പ സംഘം നടക്കുന്ന വേദിയിലേക്ക് ഗസ്റ്റ് ഹൗസിൽ നിന്ന് കാറിൽ കയറ്റി അവിടെ കൊണ്ടുപോയി. സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് മുഖ്യമന്ത്രിയുടെ കാറിന് മാത്രമേ വേദിയിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. ആ സാഹചര്യത്തിൽ പിണറായി എന്നെ വ്യക്തമാക്കിയിരിക്കുക 90 വയസ്സ് കഴിഞ്ഞ ഒരാളെ എൻ്റെ കാറിൽ കയറ്റി ഞാൻ അവിടെ കൊണ്ടുവിട്ടു. അതിലെവിടെയാണ് തെറ്റ്? ഇതേ ചോദ്യം തന്നെ പിന്നെ ഈ കോൺഗ്രസിലെ രമേശ് ചെന്നിത്തലയോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചതാ. അത് പിന്നെ ജിമ്മി ജെയിംസ് തന്നെ ചോദിച്ചാണ്, പിന്നെ മീഡിയ വണ്ണിൽ ഇപ്പോൾ ഉള്ളത്. പുള്ളി തന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പിന്നെ ഇപ്പം പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി കൊണ്ടുപോയി. ആ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഞാനും കാറിൽ കയറ്റി കൊണ്ടുപോകും എന്ന് രമേശ് ചെന്നിത്തല ഈ ജിമ്മി ജെയിംസോടുള്ള അഭിമുഖത്തിനിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പോൾ അതിലെന്താണ് തെറ്റിയെന്ന് രമേശ് ചെന്നിത്തല തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പം അതിനെ UDF വേറെ തരത്തിൽ ആയുധമാക്കി. അതായത് വെള്ളാപ്പള്ളിയെ കൊണ്ട് ഈ രീതിയിൽ പിന്നെ ഇസ്ലാമോഫോബിയ കലർന്ന വാചകങ്ങൾ പറയിക്കുന്നത് ഇടതുപക്ഷക്കാരാണ് അല്ലെങ്കിൽ പിണറായി വിജയനാണ് എന്ന്. അങ്ങനെ ഈ പറയുന്ന ന്യൂനപക്ഷ പ്രീണനം മറ്റൊരു തലത്തിൽ നടപ്പിലാക്കിയ ആൾക്കാരാണ് ഈ പറയുന്ന UDFകാർ. അപ്പോൾ ഈ രീതിയിൽ ഇവിടെ സംഘപരിവാറിനെതിരായിട്ട് സന്ധിയില്ലാ സമരം നടത്തിയ ഒരു നേതാവാണ് എം സ്വരാജ്. ആ എം സ്വരാജിനെ എങ്ങനെയെങ്കിലും താഴെ വീഴ്ത്തുക. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും എം സ്വരാജ് ഏറ്റവും കൂടുതൽ കടന്നാക്രമിക്കപ്പെട്ട ഒരു നേതാവാണ്. അതായത് എല്ലാ തരത്തിലും നമ്മൾ തുടക്കം മുതൽ തന്നെ ഏത് സമയത്തും എം സ്വരാജ് കടന്നാക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് VS തന്തയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിതൃശൂന്യ പത്രപ്രവർത്തനം എന്നായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചത്.
അപ്പം ഇത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് VS-നെ ഇദ്ദേഹം അങ്ങനെ എം സ്വരാജ് അങ്ങനെ വിളിച്ചു എന്നാക്കി ഇവിടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം എത്രയെത്ര സംഭവങ്ങൾ ശബരിമല അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ വായനയെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് പരന്ന വായനക്കാരന് തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം കളിയാക്കലുകൾ. എന്ന് വെച്ചാൽ UDF-കാർക്ക് ഭയമുള്ള ഒരു നേതാവ് തന്നെയാണ് എം സ്വരാജ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേപോലെ ക്വാളിറ്റിയോട് കൂടിയ ഒരു നേതാവിനെ UDF-ന്റെ നിരയിൽ കണ്ടെത്താൻ കഴിയുന്നില്ല. PK ഫിറോസിനെ പറ്റുമോ? പോട്ടെ, ഷാഫി പറമ്പലിനെ പറ്റുമോ? അതും പോട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് പറ്റുമോ? അവരൊക്കെ ഈ പറയുന്ന പിന്നെ രാഹുൽ മാങ്കൂട്ടം ഈ പേരുദോഷം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവുണ്ടല്ലോ, ഈ കാലയളവിലൊക്കെ DYFയുടെ ശക്തനായ പ്രവർത്തകനായിരുന്നു. ശക്തനായ പ്രവർത്തകൻ. എത്ര സമരങ്ങൾ കേരളത്തിൽ നയിച്ച ഒരു നേതാവാണെന്നറിയാം എം സ്വരാജ്. എം സ്വരാജ് വെറുതെ ഒന്നും എം സ്വരാജ് എന്ന് പറയുന്ന ഒരു പേര് ബ്രാൻഡ് ചെയ്യപ്പെട്ട ഒരാളൊന്നുമല്ല. എം സ്വരാജ് ഇന്നൊരു ബ്രാൻഡാണ് ശരിക്കും പറഞ്ഞത്. CPM-ലെ ഒരു ബ്രാൻഡാണ്. എന്തുകൊണ്ട് അങ്ങനെ ആക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കടന്നു വന്ന വഴികൾ അങ്ങനെയാണ്. കേരളത്തിൽ പിന്നെ കൃത്യമായി വിദ്യാർത്ഥി സമരങ്ങളിലൂടെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെയും യുവജന പ്രക്ഷോഭങ്ങളിലൂടെയും യുവജന സമരങ്ങളിലൂടെയും ഒക്കെ വളർത്തിയെടുത്തുകൊണ്ട് വന്ന ഒരു രാഷ്ട്രീയ പേഴ്സണാലിറ്റി വ്യക്തിത്വമാണ് എം സ്വരാജിനുള്ളത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പേഴ്സണൽ വ്യക്തിത്വമൊന്നും അല്ല. ആ വ്യക്തിത്വം അല്ല ഈ പറയുന്ന ഇവർ തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ. ഷാഫി പറമ്പൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കിയെടുത്ത റീലുകളിലൂടെ ഉണ്ടാക്കിയെടുത്തിയ നമുക്കറിയാം. പിന്നെ എം സ്വരാജിന്റെ എത്ര റീലുകൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ സ്വരാജ് പലപ്പോഴും പല വിഷയങ്ങളെ പറ്റിയിട്ടും ഉള്ള വീഡിയോകൾ പുറത്തിറക്കുമ്പോൾ ഇതേ രീതിയിൽ അവർ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ സത്യാനന്തരം എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന അദ്ദേഹം ഇപ്പം പുതിയ വീഡിയോകൾ ചെയ്തു തുടങ്ങുന്നുണ്ട്. എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ എങ്ങനെയാണ് കള്ളം പറയുന്നത് ഇടതുപക്ഷത്തിനെതിരായിട്ട് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന സത്യാനന്തരം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ഇറക്കുന്നുണ്ട്. അതിനെ വളരെ വസ്തുനിഷ്ഠമായി പറഞ്ഞു പോകുന്നു. അപ്പോൾ ഇതൊക്കെ പലർക്കും കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചാപ്പയടിക്കലാണ്. ഇതിനു മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എം സ്വരാജ് നടത്തിയിട്ടുള്ള പത്രസമ്മേളനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കണിക പോലും അതിനകത്ത് നിന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം വളരെ കണിശമായ ഉത്തരങ്ങൾ പറയുന്നു. അല്ലാതെ പിന്നെ സണ്ണി വക്കീൽ കയറിയിരുന്നുകൊണ്ട് പറയുന്ന പോലെ ബ്ലാബ്ലാ അടിച്ചിട്ട് പോവുമല്ല. വളരെ കൃത്യമായി കുറിക്കുകൊള്ളുന്ന പോലെ മറുപടി കൊടുക്കാൻ എം സ്വരാജിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇടതുപക്ഷത്തേക്ക് വളർന്നു വരാൻ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിലേക്ക് വരാൻ സാധ്യതയുള്ള നേതാക്കന്മാരിൽ ഒരാൾ എം സ്വരാജാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിലേക്ക് വളർന്നു വരാൻ സാധ്യതയുള്ള ഒരു നേതാവാണ്. മുഖ്യമന്ത്രിയേക്കാൾ വലുതാണ് കേട്ടോ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ പാർട്ടി സെക്രട്ടറിയുടെ സ്ഥാനം. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവ് ആവാൻ സാധ്യതയുള്ള ഒരാൾ എം സ്വരാജ്. അപ്പോൾ ആ എം സ്വരാജിനെ ഇനി ചാപ്പയടിച്ച് മാറ്റി നിർത്തുക എന്നുള്ള ഗൂഢലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് എം സ്വരാജിനെ ഇങ്ങനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞ് എം സ്വരാജിനെ പ്രതിരോധിക്കാൻ കഴിയാത്തവർ ഇത്തരത്തിലുള്ള കള്ള വാർത്തകളും കള്ള പടച്ചുവിടലുമായിട്ട് വരുന്നുണ്ട്. ഇനിയും ഉണ്ടാവും. ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. സ്വരാജിനെതിരെ ഇനി അതിക്രമങ്ങളുണ്ടാവും. പക്ഷേ അതിനെല്ലാം സ്വരാജ് വളരെ കൃത്യമായി മറുപടി കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ അത് കേസിൽ കിടക്കുകയാണ്. അത് ആ പിന്നെ ഫോട്ടോ ജനറേറ്റ് ചെയ്തവരെയും പൊക്കും, അത് പ്രചരിപ്പിച്ചവർക്കും പണി കിട്ടും എന്നുള്ള അവസ്ഥയിലേക്ക് ഉള്ളൊരു അഭിഭാഷകം കൂടിയാണല്ലോ. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളെല്ലാം മൂവ് ചെയ്തിട്ടുമുണ്ട്.